ഇന്നൊരു സ്പെഷ്യൽ കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിലേക്കായി പഴുത്ത നേന്ത്രപ്പഴം ആവശ്യമുണ്ട്. അത് സ്റ്റീം ചെയ്ത് പുഴുങ്ങിയതിന് ശേഷം ചെറുതായി കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി കൊഴുക്കട്ടയ്ക്ക് ആവശ്യമായ ഫില്ലിംഗ് തയ്യാറാക്കാം. ചിരകിയ തേങ്ങയോടൊപ്പം ശർക്കരയുടെ പൊടിയാണ് ചേർക്കുന്നത്. ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും അതിലേക്ക് ചേർക്കുന്നുണ്ട്. ചുക്കുപൊടി ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട. പുഴുങ്ങി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം കൂടി ഇട്ടുകൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് ഉടച്ചെടുക്കണം. സാധാരണ ശർക്കരയാണ് എടുക്കുന്നതെങ്കിൽ ഉരുക്കി അരിച്ചെടുക്കണം. ഇപ്പോൾ കല്ലൊന്നുമില്ലാത്ത നല്ല ശർക്കരപ്പൊടി കിട്ടുന്നത് കൊണ്ട് അത് ചേർക്കുന്നേ ഉള്ളൂ. ഉരുക്കിയ ശർക്കരയാണെങ്കിൽ തേങ്ങയും മറ്റു സാധനങ്ങളും അതിലൊന്ന് വിളയിച്ചെടുക്കണം. മാവ് കുഴയ്ക്കാനുള്ള വെള്ളം തിളപ്പിക്കാം. ആവശ്യമായ ഉപ്പും കുറച്ച് നെയ്യും ചേർക്കാം. നെയ്യ് ഇഷ്ടമില്ലാത്തവർ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി. മാവ് സോഫ്റ്റാകാൻ വേണ്ടിയ നെയ്യും വെളിച്ചെണ്ണയുമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം നല്ലതുപോലെ വെട്ടിത്തിളച്ചതിന് ശേഷം മാത്രം മാവിട്ട് കൊടുക്കണം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെക്കണം. അപ്പോൾ മാവ് കുറച്ചുകൂടി വേകും. അതിനുശേഷം ഒരു വലിയ പ്ലേറ്റിലേക്ക് മാറ്റാം. ചൂട് കുറയുന്നത് വരെ ഒരു ഗ്ലാസ് വെച്ചിട്ട് കുഴയ്ക്കാം. അതിനുശേഷം കൈ ഇടയ്ക്കിടയ്ക്ക് പച്ചവെള്ളത്തിൽ മുക്കി നല്ല മയത്തിൽ കുഴച്ചെടുക്കണം. ഇടിയപ്പവും അരിപ്പത്തിരിയും ഉണ്ടാക്കുന്ന മാവാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. കുഴച്ച മാവ് കുറേശ്ശെ എടുത്ത് പരത്തി ഫില്ലിംഗ് വെച്ച് കൊടുക്കണം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. എല്ലാം ഉരുട്ടിയെടുത്തു. ഈ തട്ടിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കണം. കൊഴുക്കട്ട അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക. വെള്ളം നല്ലതുപോലെ തിളച്ചതിന് ശേഷം മാത്രമേ കൊഴുക്കട്ട എടുത്ത് വെക്കാൻ പാടുള്ളൂ. ഇനി അത് അടച്ച് 10 മിനിറ്റ് നേരത്തേക്ക് സ്റ്റീം ചെയ്യണം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ കൊഴുക്കട്ടയ്ക്ക്. നല്ലൊരു 4 മണി പലഹാരമാണിത്. നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ.